ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായി സുവിശേഷം 14-ാം അധ്യായം 30-ാം വാക്യത്തിൽ പത്രോസ് കാറ്റ് കണ്ട് പേടിച്ചു തുടങ്ങുകയാൽ കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ സംശയിച്ചതെന്തിന് എന്ന് ചോദിച്ചു. പടകിൽ യാത്ര ചെയ്തു പോകുന്ന അപ്പോസ്തലന്മാർ, യേശുവിൻ്റെ ശിഷ്യന്മാർ, കാറ്റിളകി പ്രതികൂലമായി തീർന്ന നിമിത്തമായി പടകിന് മുന്നോട്ട് യാത്ര ചെയ്യാൻ കഴിയാതെ വന്നു. 4 യാമം വരെ അവർ കഠിനാധ്വാനം ചെയ്തു, എങ്ങനെയെങ്കിലും അക്കരെ പറ്റാൻ. കഴിയാതെ വന്നപ്പോൾ 4-ാം യാമത്തിൽ യേശു കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കലേക്ക് കടന്നു വരികയാണ്. അത് കടലിന്മീതെ വെള്ളത്തിന്മീതെ നടന്നു വരുന്നത് കണ്ടപ്പോൾ യേശുവെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയാതെ പോയത് ഭൂതമെന്ന് അവർക്ക് തോന്നിപ്പോയി. എന്നാൽ കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാനാകുന്നു. വെള്ളത്തിന്മീതെ ഇപ്പോൾ നടന്നു വരുന്നവൻ ഞാനാകുന്നു. കേട്ട പത്രോസ് പറയുക, വെള്ളത്തിന്മീതെ നടന്നു വരുന്നത് അങ്ങേയാകുന്നുവെങ്കിൽ എന്നെ കൂടെ അങ്ങനെയൊന്ന് നടക്കാൻ അനുവദിക്കണമേ. നീ നടന്നു വരിക എന്ന് കൽപ്പിച്ചു. വിശ്വാസത്തോടെ ഇറങ്ങി കപ്പലിൽ നിന്ന്, തൻ്റെ ബോട്ടിൽ നിന്ന് വിശ്വാസത്തോടെ കടലിലേക്ക് ഇറങ്ങി, വെള്ളത്തിൻ്റെ മീതെ ഇറങ്ങി. അല്പം നടക്കാൻ തുടങ്ങിയപ്പോൾ കാറ്റ് കണ്ട് താൻ പരിഭ്രമിച്ചു പോയി. അയ്യോ, എന്നെ രക്ഷിക്കണമേ, ഞാൻ മുങ്ങിത്തുടങ്ങുന്നു എന്ന് തോന്നിപ്പോയി. എന്നാൽ മുന്നേ നിൽക്കുന്ന യേശു, വെള്ളത്തിൻ്റെ സൃഷ്ടിതാവായ യേശു, വെള്ളത്തിന്മേൽ നടന്നുകൊണ്ടിരിക്കുന്ന യേശു കരങ്ങളെ നീട്ടി പത്രോസിനെ പിടിച്ചിട്ട്, ഭയപ്പെടേണ്ട അല്പവിശ്വാസി, നീ സംശയിക്കുന്നത് എന്തിനെ എന്ന് ചോദിപ്പാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും കാറ്റും പ്രതികൂലമായ സാഹചര്യങ്ങൾ കണ്ട് വല്ലാതെ ഭയപ്പെട്ട് അലറിക്കരയുന്ന അനുഭവം, അയ്യോ എന്നെ രക്ഷിക്കണമേ, മുങ്ങിത്തുടങ്ങുകയാണ്, രക്ഷിക്കണമേ. യേശു കർത്താവ് പറയുന്നു, സംശയിക്കേണ്ട, എന്നെ കണ്ടല്ലേ നീ ഇറങ്ങിയത്. ഞാൻ നിന്നെ പിടിച്ചുകൊള്ളാമെന്നുള്ളതായ വാഗ്ദാനത്തിന് മുമ്പിലല്ലേ നീ നിന്റെ ബോട്ടിൽ നിന്ന് നീ വെള്ളത്തിലേക്ക് ഇറങ്ങിയത്. നീ ഭയപ്പെടേണ്ട, നിന്നെ രക്ഷിക്കുവാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇന്ന് രാവിലെ സമയം മുങ്ങിത്തുടങ്ങുന്ന അനുഭവത്തിൽ യേശുവിനെ കണ്ട് യേശുവിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങിയവരാണ്. പക്ഷെ നടപ്പാൻ കഴിയാതെ, മുന്നോട്ട് ഗമിക്കാൻ കഴിയാതെ വണ്ണം മുങ്ങിത്തുടങ്ങുന്ന അനുഭവങ്ങൾ സംശയങ്ങൾ ഹേതുവായിട്ടോ സാഹചര്യങ്ങൾ അതിശക്തമായ പ്രതികൂലമായതോ നിമിത്തമായി സംഭവിച്ചതാണെങ്കിലും യേശു കർത്താവ് പറയുന്നു, സംശയിക്കേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിക്കുന്ന ദൈവമാണ്, ഞാൻ നിന്നെ ചേർത്തണയ്ക്കുന്ന ദൈവമാണ്. രാവിലെ സമയം ഈ യേശുവിനെ വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊരു അത്ഭുതം ചെയ്യും. ആമേൻ.